താരസംഘടനയിലെ തമ്മിലടിയിൽ രാജിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അഡ്ഹോക് കമ്മിറ്റി. മുൻ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ താക്കോലുകളും രേഖകളും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെ വിളിച്ചുവരുത്തി തിരികെ കൈമാറി. മുതിർന്ന അംഗങ്ങൾ പ്രതികരണം നടത്താത്തതിലും രമേശ് പിഷാരടിയുടെ ഓഡിയോ ശ്വേതാ മേനോൻ പുറത്തുവിട്ടതിലും അഡ്ഹോക് കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അധികാര കൈമാറ്റത്തിന് അവർ തയ്യാറെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി യഥാർത്ഥ ഭരണസമിതി ആരാണ്? ആദ്യം ജനറൽ ബോഡിക്ക് ശേഷം വന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത് ശ്വേതാ മേനോനാണ്. ശ്വേതാ മേനോൻ പിന്നീട് രാജി പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി അവരുടെ അധികാരമെല്ലാം തിരിച്ചു നൽകുന്നു എന്ന് പറയുമ്പോൾ ആദ്യ ഭരണസമിതി നിലനിൽക്കുമോ? ഇനി എന്താണ് താരസംഘടനയിൽ നടക്കാൻ പോകുന്നത്? പലരും നിലവിലെ ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. ജനറൽ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള വലിയ വിമർശനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന ധാരണ എന്നതിൽ ഒരു വ്യക്തതയുമില്ല. എന്തായാലും താരസംഘടന വല്ലാത്തൊരു പെടാപ്പാടിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് താരസംഘടനയിൽ നടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ ദിവസവും അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി സ്വയം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? അൻസിബാസിൻ നൽകിയ പരാതിയിൽ ഇപ്പോൾ തുടർച്ചയായ മൂന്നാമത്തെ പരാതിയിലാണ് ഇപ്പോൾ കോടതി ഇടപെടൽ ഒരുപക്ഷെ അതിലും ഉണ്ടാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ അൻസിബ നൽകിയിരിക്കുന്ന പുതിയ പരാതി എന്ന് പറയുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനും ഒരു യൂട്യൂബ് ചാനലിനൊപ്പം ചേർന്നുകൊണ്ട് തന്നെ മനഃപൂർവ്വമായി അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നു. സ്ത്രീത്വത്തെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്, അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത്. എന്നാൽ ഈ പരാതി പരിശോധിച്ച ശേഷം അതിൽ ഈ പറയുന്ന യൂട്യൂബ് ഇതിൽ ടെലികാസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിച്ച ശേഷം പാലാരിവട്ടം പോലീസ് നിലപാടെടുത്തിരിക്കുന്നത് അതിൽ ഉള്ള ഉള്ളടക്കം ഒന്നും തന്നെയും ഈ പറയുന്ന പരാതിക്ക് അനുസൃതമായിട്ടുള്ളതല്ല. ഈ പറയുന്ന രീതിയിൽ അവരെ അവഹേളിക്കുന്നതോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതോ തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിലില്ല എന്നൊരു നിലപാടാണ് പാലാരിവട്ടം പോലീസ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അവർ പറയുകയും ചെയ്യുന്നു, അൻസിബയ്ക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന രീതിയിലാണ് പാലാരിവട്ടം പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് അൻസിബ രംഗത്ത് വന്നത്. താൻ നീതി നടപ്പാകും വരെ പോരാടും എന്ന് പറയുന്നു. നേരത്തെ നൽകിയ 2 പരാതികൾ, അതായത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതികൾ ഉണ്ടായിരുന്നു. ഈ പരാതികളിലൊന്നും തന്നെയും നടപടികൾ ഉണ്ടായിരുന്നില്ല. അവിടെയും തനിക്ക് അവഹേളനങ്ങൾ, അപമാനങ്ങളാണ് പോലീസ് സ്റ്റേഷൻ നേരിട്ടത്. പക്ഷേ കോടതിയിലേക്ക് പോവുകയും കോടതി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട്, ഉത്തരവനുസരിച്ചുകൊണ്ട് കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇവിടെയും ഉണ്ടാകുമെന്നതാണ് അവർ പ്രതീക്ഷ പറയുന്നത്. ഭരണകൂടത്തെ ഒരു സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് തനിക്കെതിരെയുള്ള ഒരു കേസ് എടുക്കാതിരിക്കുന്ന ഒരു നടപടികളടക്കം ഉണ്ടാകുന്നത്. പക്ഷെ അത് അനുവദിക്കുകയില്ല. താൻ തീർച്ചയായും തന്നെ കോടതിയെ സമീപിക്കും എന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ ഈ സ്ത്രീകൾ കൂടി ഇത് പരിശോധിക്കട്ടെ. അവർക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ താൻ മാപ്പ് പറയാം. പക്ഷേ ഇത് തനിക്ക് ഉറപ്പുണ്ട്. തന്നെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഈ രീതിയിൽ നീങ്ങിയിരിക്കുന്നത്. അതിന് തീർച്ചയായും ഉത്തരം താൻ പറയിപ്പിക്കുമെന്ന രീതിയിൽ തന്നെ കോടതിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് അൻസിബ പറയുന്നത്. അമ്മയിലെ പ്രശ്നങ്ങൾ, താരസംഘടനയുടെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായി, ഓരോ ദിവസവും ചെല്ലുന്നതോറും അതിസങ്കീർണമായി എന്ന രീതിയിലേക്ക് തന്നെ മാറുകയാണ്. അമ്മ ജനറൽ ബോഡിയിൽ ഉണ്ടായ വിഷയങ്ങളെ തുടർന്ന് അന്നൊരു അഡ്ഹോക് കമ്മിറ്റി ചുമതലയേറ്റിരുന്നു. എന്നാൽ അഡ്ഹോക് കമ്മിറ്റിയുടെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് പിറ്റേന്ന് തന്നെ അത് കോടതിയിൽ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അതൊരു നിയമയുദ്ധത്തിലേക്ക് അടക്കം പോകുമെന്ന രീതിയിലേക്ക് കാര്യങ്ങളായി. എന്നാൽ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. നിയമയുദ്ധത്തിന് ഞങ്ങളില്ല, കോടതി മുറികളിലേക്ക് ഈ അഡ്ഹോക് കമ്മിറ്റി ഇല്ല എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോഴുള്ളൊരു തീരുമാനം അനുസരിച്ച് അഡ്ഹോക് കമ്മിറ്റി തങ്ങളെ ഏൽപ്പിച്ചിരുന്ന ചുമതലകളിൽ നിന്നെല്ലാം തന്നെ പിന്നാക്കം പോവുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലുള്ള, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട നേരത്തെയുള്ള, ഇപ്പോൾ കുറച്ചു പേരെങ്കിലും അതിൽ രാജിവെക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആരൊക്കെയുണ്ടോ ആ സംവിധാനം തുടരട്ടെ എന്നതാണ് അവർ പറയുന്നത്. കാരണം ശ്വേതാ മേനോൻ അടക്കം അന്ന് രാജിപ്രഖ്യാപനം നടത്തിയെങ്കിലും താൻ അതിൽ രാജിവെച്ചിട്ടില്ല എന്ന തീരുമാനത്തിലേക്കാണ് അവർ പിന്നീട് വന്നത്. താൻ എഴുതി നൽകിയിട്ടില്ല, താൻ തുടരും എന്ന രീതിയിലേക്കെല്ലാം തന്നെ അവർ പറഞ്ഞപ്പോൾ ഇനി എന്നാൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്നതാണ് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ ആ ഒരു തീരുമാനമായിട്ട് പറയുന്നത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും ഈ മുതിർന്ന താരങ്ങളുടെ അടക്കം ഒരു പിന്തുണയും കാര്യങ്ങളും ഒന്നും ഈ അഡ്ഹോക് കമ്മിറ്റിക്കോ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കോ ലഭിച്ചിട്ടില്ല എന്ന വസ്തുതയടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്.
സീനിയർ താരങ്ങൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിന് പോലും ഇല്ലാതിരുന്നത് നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അത് മാത്രവുമല്ല, ഇതിൽ പലരും തന്നെ ഇതിൽ നിയമക്കുരുക്കിലേക്ക് അടക്കം ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നീങ്ങുമ്പോൾ ആരുടെ ഭാഗത്തു നിന്നും ഒരു ജനറൽ ബോഡി യോഗത്തിനുള്ള അത്തരം ചർച്ചകൾക്ക് നടക്കുമ്പോൾ പോലും ആർക്കും ഒരു പിന്തുണയും തങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നതടക്കം ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്തുണയില്ലാതെ തങ്ങൾ തുടരേണ്ടതില്ല എന്നത് അവർ പറയുകയും ചെയ്യുന്നു. ഒപ്പം ഇതിൽ അവരെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ, ചില രേഖകൾ, ഫയലുകൾ, താക്കോലുകൾ, ഇതെല്ലാം തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുക്കു പരമേശ്വരനെ വിളിച്ച് കൈമാറിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും തങ്ങൾ തുടരില്ല എന്നതാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ നിലപാട്. ഇതിൽ അവർ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം, ശ്വേതാ മേനോനും ഒപ്പം തന്നെ രമേഷ് പിഷാരടിയും നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങളടക്കം പുറത്തുവിട്ടത് വലിയ രീതിയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ട് ആ രീതിയിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു വിലയിരുത്തലും ഈ യോഗത്തിലെല്ലാം തന്നെ, അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗത്തിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾ തുടരേണ്ട ഒരാവശ്യവും ഇപ്പോഴില്ല എന്നതാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ അടക്കമുള്ളൊരു നിലപാട്. നിലവിലുള്ള ആ ഒരു ഭരണസമിതി രാജിവെച്ചിട്ടില്ല എങ്കിൽ അവർക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന രീതിയിലേക്ക് വരുന്നത് സൂചിപ്പിക്കുന്നത് അമ്മയിലെ അതിരൂക്ഷമായ രീതിയിലുള്ള ചേരിതിരിവ് തന്നെയാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലേക്ക് താരസംഘടനയുടെ ഒരു പ്രവർത്തനം മാറിയിരിക്കുന്നു, ആളുകളുടെ നിലപാട് മാറിയിരിക്കുന്നു എന്നതാണ്. ആസന്നമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് അടക്കം നീങ്ങുന്നു. ഇനിയിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ഇല്ലെങ്കിൽ ഈ ഭരണസമിതി എന്ത് എന്നതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. വൈകാതെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പൊട്ടിത്തെറിയാണ് താരസംഘടനയിൽ പ്രതീക്ഷിക്കുന്നത്. ആരാണ് ഭരണസമിതി എന്നതിൽ ഒരു വ്യക്തതയുമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യം. ഒപ്പം അൻസിബ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചനകളും വരികയാണ്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.